നടൻ വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് കോടതി. അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ലെന്നും കോടതി പറയുന്നു. സ്വാതി സന്തോഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, അതിശക്തമായ വിമർശനമാണ് വന്നിരിക്കുന്നത് വിജയ്ക്കെതിരെ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, മദ്രാസ് ഹൈക്കോടതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കരൂർ വിഷയത്തിലെ കേസ് പരിഗണിച്ചത്. പ്രത്യേകിച്ചും TVK നേതാക്കൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കടുത്ത വിമർശനങ്ങൾ വിജയ്ക്കെതിരെയും അതോടൊപ്പം TVKക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോടതി ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് മനുഷ്യനിർമ്മിതമാണ് എന്ന തരത്തിൽ അതിരൂക്ഷമായുള്ള വിമർശനം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളടക്കം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇത്രയും ബോധമില്ലാതെ ഈ പ്രവർത്തകർ ഈ അപകടം വിളിച്ചു വരുത്തിയത്? അതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യനിർമ്മിത അപകടമാണ് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയുന്നത് അണികളെ ഉപേക്ഷിച്ച് വിജയ് സ്ഥലം വിട്ടതിനെയും അതിരൂക്ഷമായി തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോകുന്ന ഒരാൾക്ക് നേതൃഗുണമുണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം. അതോടൊപ്പം കുട്ടികളടക്കം മരിച്ച സ്ഥലത്തു നിന്നാണ് വിജയ് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടത്. ഇതൊന്നും തന്നെയും ഒരു നേതാവിന് ഉള്ള ഗുണമല്ല എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജാമ്യാപേക്ഷ, 2 TVK പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 2 പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് കോടതി ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. കൃത്യമായ മാനദണ്ഡങ്ങൾ അവിടെ പാലിച്ചിരുന്നില്ല. പ്രവർത്തകർക്ക് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെയാണോ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം കൂടി മദ്രാസ് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് TVK കോടതിയിൽ TVKയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദങ്ങളെയും മദ്രാസ് ഹൈക്കോടതിയുടെ ബെഞ്ച് അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഷമി, ആരാണ് കോടതിയെ സമീപിച്ചത്? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? സ്വാതി. ഷമി, 41 പേർ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 2 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ TVKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. വിജയ്ക്കെതിരെ നേരത്തെ വിജയ് അടക്കമുള്ള TVK പ്രവർത്തകർ മുന്നോട്ട് വെച്ചത് ഇതിൽ CBI അന്വേഷണം വേണമെന്ന് കൂടിയായിരുന്നു. അത്തരത്തിൽ CBI അന്വേഷണം ഈ നിലയിൽ നടത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും TVKക്ക് കനത്ത തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരാമർശങ്ങളെ നോക്കിക്കാണേണ്ടത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല. അതോടൊപ്പം കൃത്യമായ നിർദ്ദേശങ്ങൾ ഇത് കാണാൻ വന്നിട്ടുള്ള പ്രവർത്തകർക്കും അണികൾക്കും നൽകിയിട്ടില്ല. അണികളുടെ സുരക്ഷ ഉറപ്പാക്കാത്തൊരു നേതാവ് എന്ന നിലയിലാണ് വിജയെ ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ബെഞ്ച് അതിരൂക്ഷ വിമർശനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും കോടതി ചോദിച്ച ചോദ്യം ഏറെ പ്രധാനമുള്ളതാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ്. അതായത് ഈ ഒരു ദുരന്തം നടക്കുന്നു, 40-40 മനുഷ്യർ ജീവൻ വെടിയുന്നു, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കാതെ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്ന വിജയിയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം വരാൻ ഏതാണ്ട് 5 മണിക്കൂർ 6 മണിക്കൂർ ലേറ്റായപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വളരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. സ്വാതി. ഷമി, ഈ അപകടമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ വിജയ്ക്കും അതോടൊപ്പം TVKയ്ക്കും എതിരെ വന്നിട്ടുള്ള വിമർശനം ഇതുതന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായ ഘട്ടത്തിൽ, അതായത് അനുവദിച്ച സ്ഥലത്തിനപ്പുറത്തേക്ക് അത്രയും അണികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ പോലും അതിന് വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ അപകടം ഉണ്ടായപ്പോൾ ഇവരെ രക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകേണ്ട പ്രവർത്തകരും അതോടൊപ്പം വിജയ് ഉൾപ്പെടെയുള്ള ഇതിന്റെ അധ്യക്ഷനും പ്രധാന നേതാവുമായിട്ടുള്ള വിജയ് അടക്കം ഈ സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ആ സ്ഥലത്തു നിന്നും വിട്ടുനിന്നു അല്ലെങ്കിൽ ഒളിച്ചോടി എന്നുള്ള രൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്തായാലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് അന്വേഷിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയോഗിക്കാനുള്ള ഉത്തരവ് കൂടി കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കവേ നടത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിച്ചു. ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നവരെ എങ്ങനെയാണ്
തന്നെയാണ് അണികൾ ഒരു നേതാവായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേതൃപാടവം സംബന്ധിച്ച വിജയ്ക്ക് വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോടതി നടത്തിയിട്ടുള്ളത്. മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. ഈ റാലി സംഘടിപ്പിച്ചതും ഈ പരിപാടി സംഘടിപ്പിച്ചതും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നുള്ള കൃത്യമായ വിലയിരുത്തലാണ് ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ളത്. ഷമി, സ്വാതി, ഇപ്പോൾ CBI അന്വേഷണം അടക്കം വേണം എന്നുള്ള ആവശ്യം വിജയ് ഉയർത്തിയിട്ടുണ്ട്. ദുരൂഹതയും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ ദുരന്തമുണ്ടായതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള ദുരൂഹതയും വിജയ് പറയുന്നുണ്ട്. ഇപ്പോൾ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണോ അതോ മറ്റ് ഏതെങ്കിലും തലത്തിലുള്ള അന്വേഷണമാണോ? നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഈ TVKയുടെ പ്രവർത്തകരടക്കം പറയുന്നു. മറ്റ് പലയിടങ്ങളിലും റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കരൂരിൽ മാത്രം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? അതുകൊണ്ട് ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നും സത്യം പുറത്തു വരും എന്നൊക്കെയായിരുന്നു വിജയുടെ ആദ്യ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത്. അതോടൊപ്പം പ്രവർത്തകരും TVK ഈ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെയും അങ്ങനെയായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, മറിച്ചൊരു അന്വേഷണ സംഘത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ഉടൻ നിയോഗിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാത്രമല്ല, കൃത്യമായ നിലപാട് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്. സർക്കാർ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അനുമതി നൽകിയതിനും അപ്പുറത്തേക്ക് ആളുകളെ പങ്കെടുപ്പിച്ചു. വിമർശനമാണ് ഇപ്പോൾ TVK നേതാവ് വിജയിനെതിരെ മദ്രാസ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്.